So welcome back guys to another video. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് ഈ പർട്ടിക്കുലർ ഡേ ആയിരിക്കും. ഐ മീൻ സോറി 16th January 2025. ഓക്കെ, നമ്മുടെ വീക്കിലിയില് നമ്മൾ ഈ വീക്ക് ക്ലോസ് ആക്കിയിരിക്കുക. കഴിഞ്ഞ വീക്ക് നമുക്കൊരു നല്ല ബുള്ളിഷ് മൊമെന്റ് കിട്ടി. ആൻഡ് ഈ വീക്കിൽ നമുക്കൊരു കൂടി നമുക്കൊരു ബുള്ളിഷ് മൊമെന്റ് താരോട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷേ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു 50% അവിടെയൊക്കെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സാരമില്ല, നോട്ട് എ ബിഗ് പ്രോബ്ലം. ഓക്കെ, സോ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഡേ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് 16th January 2026. ഓക്കെ, സോ ആക്സിഡൻ്റലി ഞാൻ തന്ന് കളഞ്ഞോട്ടെ. ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ അറിയാതെ ഇന്നലെ ഇട്ട് പോയതാണ്. ഇതിൻ്റെ ആവശ്യമില്ല. സോ യാ, ഇത് ഞാൻ ഇട്ടതാ. മേ ബി ഇതിൻ്റെ ആവശ്യം കാണില്ല. ഓക്കെ, സോ ഫൈൻ. ഡെയിലി ബേസിസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. വീക്ക്ലി ബേസ് ചെയ്താണ് ആദ്യം പറഞ്ഞ പോലെ. സോറി, ഈ ഒരു ഹൈ തൊട്ട് ഈ ഒരു ലോ തൊട്ട് ഈ ഒരു ഹൈ വരെ നമ്മളതിൻ്റെ മിഡ് പോയിന്റ് വരെ ഓൾമോസ്റ്റ് പോയി. പിന്നെ അവിടെ നിന്ന് ഒരു റീട്രേസ്മെന്റ്, പിന്നെ ഈ ഒരു ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെ അതുവരെ നമ്മൾ മിഡ് പോയിന്റ് റെസ്പെക്ട് ചെയ്തു. ആൻഡ് അഗൈൻ നമ്മൾ ഈ ഒരു ഹൈ തൊട്ട് ഈ ഒരു ലോ വരെ ഓൾമോസ്റ്റ് അവിടെ. ഓക്കെ, സോ ഇപ്പം ഞാൻ കാണിച്ചത് ഇന്നലത്തെ ട്രേഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത. ഓക്കെ, സോ പിന്നെ ഗൈസ്, എനിക്ക് ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും ഈ ഞാനിപ്പോൾ മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് യൂട്യൂബിൽ നിന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കാണിച്ചാൽ. യൂട്യൂബിന് തന്നെ എന്തൊരു ഫീച്ചറുണ്ട്, പക്ഷെ അതെങ്ങനെ എനിക്ക് ഓൺ ആക്കേണ്ടതെന്ന് അറിയത്തില്ല. ജസ്റ്റ് മെൻഷൻ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഇൻടു ദ വീഡിയോ. ഓക്കെ, സോ ഞാൻ അനോട്ടേറ്റ് ചെയ്യാതിരിക്കുന്നത് ഈ ഒരു ഗ്യാപ്പ് അതൊരു വീക്കിലി ഓപ്പണിംഗ് ഗ്യാപ്പാണ്. പിന്നെ അനോട്ടേറ്റ് ചെയ്തിരിക്കുന്നത് കറണ്ട് ഡേ ഓപ്പണിംഗ് ഗ്യാപ്പാണ്. ഇവിടെ ക്ലോസ് ആയി, ഇവിടെ ഓപ്പൺ ആയി. ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇന്നലെ നിങ്ങൾ രാവിലെ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനൊരു സംഭവമായിരുന്നു. ഇപ്പോൾ വൈകിട്ടായത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഇല്ലാത്തത്. ഇന്നലെ രാവിലെ മോർണിംഗ്, അതായത് ഒരു 9 മണിക്ക് മുന്നേ നോക്കിയത് ഇങ്ങനെ ഇരുന്നേനെ. അതുകൊണ്ടാണ് ഞാനത് മാർക്ക് ചെയ്തിട്ടത്. സാറി, ആൻഡ് നമ്മുടെ അനോട്ടേഷൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് പ്രീവിയസ് ഡേ വീക്ക് കാണാൻ പറ്റുന്ന പോലെ ആ വീക്കിൻ്റെ എല്ലാം. ആൻഡ് പിന്നെ ഞാൻ ഈ വീക്കല്ല എടുത്തിരിക്കുന്നത്, ഈ വീക്കിൻ്റെ 0.5 തൊട്ട് 7 and 1 അത്രയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിച്ചത്. ഓക്കെ, ഈ വീക്കിൻ്റെ, അതായത് ഫ്രൈഡേ January 2020 സെക്കൻഡ് ഫ്രൈഡേ, അത് ഫസ്റ്റ് വീക്കിലെ ഫ്രൈഡേയുടെ വിൽക്കും. ആൻഡ് പ്രീവിയസ് ഡേ വിൽക്കും, ദാറ്റ് ഈസ് 15th ഡേ വിൽക്കും. ഓക്കെ, ആക്ച്വലി ഈ വീക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് 3 ദിവസം കിട്ടിയാലും അവിടെ അടിപൊളി ട്രേഡ്. ആ ദിവസങ്ങളിൽ ട്രേഡ് ചെയ്താൽ അത്ര നല്ലതായിരിക്കും. ഓക്കെ, സോ എനിക്ക് ഈ സംഭവം ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല, ഈ കുന്തയും ഡിലേ ഉണ്ട്, അതുകൊണ്ട് പറ്റത്തില്ല. ഓക്കെ, ഇപ്പം മാർക്കറ്റ് ക്ലോസ് ആണ്, സാറ്റർഡേ ആണ്. സോ ഡൈവ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, സോ നമ്മൾ അനോട്ടേഷൻസ് ചെയ്യാൻ പറഞ്ഞു തന്നു ഏതൊക്കെയാണ്. ഇനി നമുക്ക് നമ്മുടെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകും. 4 hour വലുതായിട്ടൊന്നുമില്ല.
അതുപോലെ തന്നെ 4 അവറിലേക്ക് ഞാൻ വന്നു. 4 അവർ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ നോക്കിയിട്ടൊന്നും കാണാനില്ല. ഇതാണ് തേഷ്ഠയിലെ ആ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഇവിടെ കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. ബോഡീസ്, അതായത് നിങ്ങൾ ബോഡിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബോഡീസ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് വിക്ക് വെച്ച്. ദാറ്റ്സ് നോ പ്രോബ്ലം. നമ്മൾക്ക് ഇന്നലെ പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയൊരു മൊമെൻ്റാണ് ഏഷ്യയിലും ലണ്ടനിലും ഒക്കെ കിട്ടി. അതുകൊണ്ട് നല്ലൊരു മൊമെൻറ്റും നിങ്ങൾ എപ്പോഴും നോക്കുക. ഈ ഏഷ്യയിലും ലണ്ടനിലും ഒക്കെ നല്ലൊരു വലിയ മൊമെൻ്റ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ ന്യൂയോർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വലിയ ഇത് കിട്ടും. ഈ പൊട്ടന്മാരെ നല്ലപോലെ എന്തോ അടിച്ച് കയറിപ്പോയി ഉമ്മാർക്ക് തന്നെ വല്ല ചെറിയ ലിക്വിഡിറ്റി വല്ല ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ 4 അവർ സർവേയിലേക്ക് പോകണ്ടോ, അല്ല അത് മാർക്ക് ചെയ്തിട്ട്. കാരണം ഞാൻ നോക്കിയപ്പോൾ, അതായത് ഞാൻ ഈ ഒരു ലോ തൊട്ട് ഈ ഒരു ഹൈ വരെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ ഇത് ഓക്കെയാണ്, പക്ഷെ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് തിരിച്ചു പോകേണ്ട. ഓക്കെ ഞാൻ പക്ഷേ ഈ ഒരു 2 ലോസ് കൺസിഡർ ചെയ്തു. ഈ ലോവിൻ്റെ താഴെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉള്ളത് നല്ലത് തന്നെയാണ്. ഞാൻ ഇന്നലെ അത് കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, 4 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് അത് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതിനകത്തൊരു 1 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അതാണ് ഞാൻ ശരിക്കും കൺസിഡർ ചെയ്തത്. ഓക്കെ, നമുക്കിപ്പോൾ ജസ്റ്റ് ഇത് വെച്ചേക്കാം. ഓക്കെ, ഡയറക്ട്ലി ഗോയിങ് ടു 1 അവർ. നമുക്ക് ഇവിടെ ഒരു 4 അവർ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം ഏതാ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 4 അവർ ഉണ്ടോ, ഇതിവിടെ ക്ലോസ് ആയി, ഇതിവിടെ ഇൻവേഴ്സ് ആക്കി. പക്ഷെ സാരമില്ല, അത് ഡയറക്റ്റ്ലി നമുക്ക് 1 അവറിലേക്ക് വന്നാൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു 2, 3, 4 ഓർഡർ ബ്ലോക്കും വരുന്ന ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇത് 4 അവർ സെയിം തന്നെയാണ്. ഞാനത് അകത്തോട്ട് പോകുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞു. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റിലേറ്റീവ് ലോസ് ഒക്കെ വരും. അത്രേ ഉള്ളൂ. ഓക്കെ, സോ 1 അവർ. അയ്യോ ശരി, ഒരു സെക്കൻഡ് ഗൈസ്, ഞാനിപ്പോൾ വരാവേ. സോറി ഗൈസ് ഫോർ ദ ഇൻട്രപ്ഷൻ. നമ്മളൊരു കാര്യം വിട്ടുപോയി ആക്ച്വലി. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മൾ ജേണൽ ചെയ്യാൻ മറന്നുപോയി. നിങ്ങളുടെ കൂടെ ഇരുന്നെങ്കിൽ ഞാനും ജേണൽ ചെയ്യുകയാണ് കേട്ടോ. ഒരേ സമയത്ത് എല്ലാ കാര്യവും നടക്കുമല്ലേ. ഇന്നലെ എത്രയായിരുന്നു? 16 അല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇതെടുക്കാം അല്ലേ? കുഴപ്പമില്ലല്ലോ, കാണാമല്ലോ എല്ലാവർക്കും. ഇത് നമുക്ക് കുറച്ചൊക്കെ ചെറിയ ടൈം ഫ്രെയിം ഈ ഓപ്പണിംഗ് ഗ്യാപ്പ്. ഓക്കെ, നല്ല റെഗുലർ ട്രേഡിങ്ങിന്റെ അവറിന്റെ ബൈ സൈഡ് അവിടെ ഇവിടെ ആയിരുന്നു, അതുപോലും എടുത്തില്ലായിരുന്നു നമ്മൾ. അറിയില്ല, അത് കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഇവിടം വരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു വരും. ഇനി നമ്മൾ 1 അവറിലേക്ക് പോകുന്നു. സോ 1 അവറിൽ 1 അവറിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു മൈനർ ബൈ സൈഡ് 1 അവർ. ഞാൻ ആദ്യം കഥ പറയാം, എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ പതുക്കെയാണ് ഇങ്ങനെ കയറി വന്നു. ഇവിടെ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ നിങ്ങൾക്കൊരു അപ്പ് ക്ലോസ് കോൺസിക്യൂട്ടീവ് അപ്പ് ക്ലോസ് ക്യാൻഡിലെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഈ ഒരു അപ്പ് ക്ലോസ് ക്യാൻഡിൽ ബ്രേക്കർ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. കാരണം ഇത് തൊട്ടിപ്പുറത്തെ ഹൈ പോലും എടുത്തിട്ടില്ല. സോ ഈ ഒരു ബ്രേക്കർ കൺസിഡർ ചെയ്യാം. അവിടം വരെ വന്നു.
അവിടെ ഒരു ചെറിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ എന്നിട്ട് റെഗുലർ ട്രേഡിംഗ് അവർ ഞാൻ ശരിക്കും 50 മിനിറ്റ് മതി, 50 മിനിറ്റ് തൊട്ട് മതി, അതാണ് ശരിക്കും നല്ലത്. അവർലിയിൽ വേണ്ട, അത് അവരുടെ കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. മിനിമം 15 മിനിറ്റ് ആണ് ബെസ്റ്റ്. സോ ഓക്കെ, സോ നിങ്ങൾക്ക് കാണാം ആ ഒരു ഹൈ എടുത്തു. നമ്മളെന്നിട്ട് കറക്റ്റ് നിങ്ങൾ നോക്കണം. ഞാൻ ഈ വരച്ചു വെച്ച എന്താ റാൻഡാണ് എന്നിട്ട് പറയണം, ഇത് എവിടം വരെ പോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ഒരു ഏരിയയിലുള്ള ഒരു നമ്മൾ വൈ ആണേലും സെല്ലാണേലും നോക്കാവുന്നത് 0.75 0.25 ഇടയ്ക്ക്, അതായത് അപ്പർ ക്വാഡ്രൻറ്റും ലോവർ ക്വാഡ്രൻറ്റും. ഓക്കെ, അങ്ങനെ ഈ ഒരു ചെറിയ പൈസ എടുത്തിവിടെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ബട്ട് അത് 50 മിനിറ്റ്സൊക്കെ ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഫോർ ദ ടൈം ബീങ് ഞാൻ 1 അവറിലോട്ടുണ്ട്. ഓക്കെ, സോ ആ പൈസ എടുത്തു. എന്നിട്ട് നമുക്ക് താഴോട്ട് തന്നെ പോവാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ഫോട്ടോ എടുക്കാം. ഇങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഡെയിലി നിങ്ങളോട് അങ്ങ് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ ഇവിടെ വേറെ ഒന്നും എനിക്ക് അത്ര വലിയ മാർക്ക് ചെയ്യാനില്ല. ഈ ഒരു ബ്രേക്കർ ഇത് കണ്ടാൽ എനിക്ക് മനസ്സിലാവും. നമ്മൾ 50 മിനിറ്റ് എന്നിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ റെഗുലർ ട്രേഡിംഗ് അവർ മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് റെഗുലർ ട്രേഡിംഗ് അവർ ഇവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇത് റെഗുലർ ട്രേഡിംഗ് അവറിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് എടുക്കാം. അതാ ഈ റെഗുലർ ട്രേഡിംഗ് അവറിൻ്റെ ഇതാണ് ഗ്യാപ്പാണ് ഞാൻ കാണിച്ചിട്ട് കേട്ടോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റും. കറക്റ്റ് നമ്മൾ ആ ഓർഡർ ബ്ലോക്ക് ഞാൻ വിചാരിച്ചു ഇത് എടുക്കുമെന്ന്, പക്ഷെ എടുത്തില്ല. സാരമില്ല, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് 15 മിനിറ്റ്. ഓക്കെ, ഫൈൻ, എവറിത്തിങ് ഈസ് കൈൻഡ് ആയി ഗുഡ്. ഓക്കെ, സോ ആദ്യം എടുക്കുന്നതിന് ഞാൻ ഇതൊന്നും എടുത്തോട്ടെ. ഇതിൻ്റെ ഞാൻ എടുക്കുന്നുണ്ട് 5 മിനിറ്റിൻ്റെ എടുത്ത് വരാം, അതാകുമ്പോൾ ഇച്ചിരി കൂടെ വൃത്തിയാവും. അതെന്തോ വരുന്നു ശരി. ഓക്കെ, സോ ട്രേഡിംഗ് ഒക്കെ മാറ്റാൻ അറിയാൻ പറ്റും. ബിഫോർ ഗോയിങ് അപ്പ് നമ്മൾ ഈ ഒരു റിലേറ്റീവ് വീക്കെൻഡ് ഹൗസ് കണ്ടോ, അത് ഫോം അയക്കുന്ന ഒരു ന്യൂയോർക്ക്, ലണ്ടൻ സെക്ഷൻ്റെ ഒരു ഉച്ചയ്ക്കൊക്കെയാന്ന് തോന്നുന്നു. അത് നമ്മളിവിടെ എടുത്തു. പിന്നെ താഴോട്ട് പോയി അതും എടുത്തു ഇവിടെ. പിന്നാണ് നമ്മൾ ഈ ബൈ സൈഡ് എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു നല്ല ട്രേഡ് ഉണ്ടോ. ഞാൻ ഇന്നലെ 2 ട്രേഡ് എടുത്തായിരുന്നു. ഓക്കെ, ഞാൻ ഒരെണ്ണം പ്രീ ന്യൂയോർക്ക് എടുത്തായിരുന്നു, ഒരെണ്ണം പോസ്റ്റ് ന്യൂയോർക്ക്. ഓക്കെ, പോസ്റ്റ് ന്യൂയോർക്ക് ശരിക്കും 2 ട്രേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാൻ ഒറ്റ ട്രേഡ് എടുത്തിട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഞാൻ ഇങ്ങനെ എടുത്ത് ഞെക്കുകയൊന്നുമില്ല. ഓക്കെ, എനിക്ക് പറ്റത്തില്ല, ഡിലേ ആയതുകൊണ്ട് തന്നെ ഇതാവും. ഞാൻ US 100 നോക്കണമെന്നുണ്ട് എനിക്ക്, പക്ഷേ താല്പര്യമില്ല. അവിടെ ഒരു പൊട്ട സ്പ്രെഡാണ് US 100. അത് ഇവിടെ എടുത്ത് ഇവിടെ ആയിരിക്കും പോയി വിൽക്കുന്നത്. ഞാൻ കാണിച്ചു തരാം ഒരു ദിവസം, മറ്റൊരു മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ അതെടുത്തു. പിന്നെ ഇവിടെ ഒരു ഷോർട്ട് ടൈം ലോ ഉണ്ടാക്കി ആ ലോയും എടുത്തിട്ടാണ് ഇത് മണ്ടയ്ക്കോട്ട് പോയി ഈ ഒരു റിലേറ്റീവ് ഹൈ ബൈ സൈഡ് എടുത്തത്. ഇവിടെ 8:30 ഇവിടെ ആണ്. ഇവിടെ 8:30 തുടങ്ങി 9:30 ടൈമിലാണ് ഇത് എടുത്തത്. ഓക്കെ, സോ ഫൈൻ. കണ്ടാ മനസ്സിലാവും ഒരു മൂവ്മെന്റ് കണ്ടു. നിങ്ങൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടോളെ. ഈ ഒരു ഒറ്റ ഫെയർ വാല്യൂ ഗ്യാപ്പ് 5 മിനിറ്റ് ഒരു സാധനമുണ്ട്. ഞാൻ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ താപ്പോട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ കാണിച്ചായിരുന്നു നമ്മൾ ഈ ഒരു 50 മിനിറ്റിൻ്റെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇപ്പോൾ മനസ്സിൽ വെക്കുക. ഓക്കെ, 5 മിനിറ്റ് ചെല്ലുമ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്ത് കളയും. എന്നിട്ട് വേറെ ഒരു സാധനം എടുത്തിടും. ഓക്കെ, ഇപ്പം ഇവിടെ വെക്കുക. ഓക്കെ, ഫൈൻ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാമോ. ഹൈ എടുത്തു, ലോ എടുത്തു, ബോഡീസ് നോക്കാം. ഇതിൻ്റെ താഴെ ക്ലോസിങ് കിട്ടി. ഫൈൻ, ദാറ്റ്സ് ഇനഫ്.
ഓക്കെ, നമുക്കപ്പോൾ എന്നിട്ട് 50 മിനിറ്റിന് റെഗുലർ ഇലക്ട്രോണിക്കിൻ്റെയും കൂടി ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. ഓക്കെ, എൻ്റെ ഒരു സെൽ സൈഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഞാൻ ലുക്ക് ചെയ്തിരിക്കുന്ന സെൽ സൈഡ് ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ താഴെ എമൗണ്ട് ഉണ്ട്. ഓക്കെ, പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇതിൻ്റെ താഴോട്ട് പോയി. എന്തോ ഭാഗ്യം എന്ന് പറയാം, അല്ലാതൊന്നുമില്ല. കാരണം ഒത്തിരി നമ്മൾ അങ്ങ് ആഗ്രഹിക്കരുത്, അത്രേ ഉള്ളൂ. കുന്നോളം ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല, എന്നാലേ ഗ്രേഡ് കുറച്ചൊരു വെക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് മതിയാന്ന് തോന്നുന്നു അല്ലേ? 2 ഫോട്ടോ ആയിട്ട് എടുക്കാം, അതായിരിക്കും ഇച്ചിരി വൃത്തിയാവും. ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം നമുക്ക്. ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആവും. ക്ലിയർ ആയി. ഓക്കെ, 5 മിനിറ്റ്സ് ഇത്രയൊക്കെ, 50 മിനിറ്റ് ഇത്രയൊക്കെ ഉള്ളൂ. 5 മിനിറ്റ്സ് ആണ് ഇനി നമ്മുടെ കളി. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 50 മിനിറ്റ് ഈ സാധനം ഞാനിപ്പോൾ എടുത്ത് കളയും. ഓക്കെ, സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഹൈ ഉണ്ട്. ഈ ഹൈ ഇവിടെ ലിക്വിഡേറ്റ് ചെയ്തു. ഈ ഒരു 3 അപ്രോച്ച് ക്യാൻഡിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓൺ ദ വേ താരോട്ട് വരുന്നിടത്ത് ഇവിടെ ഒരു 5 മിനിറ്റ് സസ്പെൻഷൻ ബ്ലോക്ക് ഉണ്ടാക്കി, വിച്ച് ഹെൽപ് ദ മാർക്കറ്റ് ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, ഒന്നുകൂടെ പറയാം, നമ്മൾ ആ ഒരു ചെറിയൊരു പൈസ എടുത്തിട്ട് താരോട്ട് വരുന്ന വരിക നമ്മൾ സസ്പെൻഷൻ ബ്ലോക്ക് ഉണ്ടാക്കി, വിച്ച് ഹെൽപ് ദ മാർക്കറ്റ് ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ആ 5 മിനിറ്റ് അവിടെ ബ്ലോക്ക് ചെയ്യാൻ മാർക്ക് ചെയ്തിരിക്കുന്നു. ഈ 5 മിനിറ്റ് സസ്പെൻഷൻ ബ്ലോക്ക് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. നമ്മൾ ഇതിൽ തൊട്ട് മുന്നേ ഉള്ളൊരു ഹൈ വരെ കൺസിഡർ ചെയ്ത, ലോ വരെ കൺസിഡർ ചെയ്ത നമ്മൾ ഇതിന് ഒരു അപ്പർ ക്വാഡ്രന്റ്, അതായത് ഈ ഒരു ക്വാഡ്രന്റ്, അതായത് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു റേഞ്ചാണ് എന്ത് എവിടെ ഈ ഒരു റേഞ്ചാണ് നമ്മുടെ പ്രീമിയം സോണും, ഈ ഒരു റേഞ്ചാണ് ഡിസ്കൗണ്ട് സോണും. ഈ ഒരു ക്വാഡ്രന്റിൽ തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അയ്യോ, എന്തോ ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. പക്ഷെ ഇതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്? അയ്യോ, ഓ, ഇതല്ല മാങ്ങാത്തൊലി. അവിടെ എവിടെയൊക്കെ കുത്തു വീടുമായിരുന്നു. അയ്യോ, ഓ, നാശം, വൃത്തികേടായില്ല. സാരമില്ല, അത് കളയാം. നമ്മളപ്പോൾ ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്കും കൺസിഡർ ചെയ്യുന്നു. ഇവിടെ സസ്പെൻഷൻ ബ്ലോക്ക് മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഈ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ട്. ഓരോ മണ്ടന്മാരെന്ത് ഇതൊരു ട്രെൻഡ് ലൈൻ ആണെന്ന് വിചാരിച്ച് അതായത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യും. ആഹാ, നല്ലൊരു ക്ലോസിങ് ഇവിടെ കിട്ടി, ഇവിടെ വരുമ്പോൾ എന്നാൽ പിന്നെ എടുക്കാന്ന് വെച്ചാൽ ആ ഒരു മൈലിന്റെ മണ്ടയ്ക്കാണ് ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്കും ഞാൻ പറഞ്ഞ ആ ഒരു പ്രീമിയർ കിടക്കുന്നത്. ഓ, അതവിടെ വന്നു താരെ പോയി ഏതെടുത്തു. ഞാൻ റിലേറ്റീവ് ഡോസ് ആ 50 മിനിറ്റ് കാണിച്ചില്ലേ, അതായിരുന്നു ഇവിടുന്ന് എടുത്തുള്ള എൻ്റെ ടാർഗറ്റ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി ഒന്നുകൂടെ കാണാൻ പറ്റും. ഇല്ല 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 ഇല്ല, അത് വന്നു കഴിഞ്ഞായിരുന്നു എൻ്റെ. ഞാൻ ഇവിടെ എന്തൊരു മണ്ടത്തിനും ചെയ്തായിരുന്നു. നോക്കട്ടെ, ചെറിയ ടൈം ഫ്രെയിം പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഒരു കാര്യം കൂടെ, നമ്മൾ റെഗുലർ ട്രേഡിംഗ് അവരിൽ പോയിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഓക്കെ, ഒരു റെഗുലർ ട്രേഡിംഗ് അവറിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം എനിക്ക്, അത്ര. ഒരു സെക്കൻഡ് ഗൈസ്. ഓ, ഒരു സെക്കൻഡ്. സാരമില്ല, ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല.
ഓക്കെ, അത് മതി. ഓക്കെ, ഇനി നമ്മൾ 5 മിനിറ്റ് ഇലക്ട്രോണിക്കിൽ ഒരു ഫോട്ടോ എടുക്കാം. രണ്ട് ഫോട്ടോ ആയിട്ട് എടുക്കാം. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് കേട്ടണമല്ലോ. ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ഈ ഒരു ടോ എടുക്കാനുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അവിടെ ഒരു ചെറിയൊരു VIP ഉണ്ട്, സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും. പക്ഷെ അത് അവിടെ വരെ പോയിട്ടില്ല. സോ ഈ ഒരു രണ്ട് അപ്പ് ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിൻ്റെ താഴെ ഒരു നല്ല സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ താഴോട്ട് പോയി. ഫൈൻ, ദാറ്റ് ഈസ് ഫൈൻ. നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ബോഡി ക്ലോസിങ് കണ്ടോ, ഇതിൻ്റെ ബോഡി ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഫൈൻ, അത്രയും മതി. നമുക്ക് ഈ ഒരു മൂവ് കിട്ടിയാൽ തന്നെ നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് ആ ടൈം ഞാനൊരു ഈ ടൈമൊക്കെ ആയിട്ടാണ് എനിക്ക് ഇടുന്നതെന്ന് തോന്നുന്നു. അത്രയാണ്, അവിടെയാണ് എന്തോന്ന് ഇടുന്നത്. സോ അതുകൊണ്ടാണ്. സോ നമുക്ക് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, സോ താഴോട്ടുള്ള ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം നമുക്ക്. നമുക്ക് നോക്കാമല്ലോ ഫ്യൂച്ചറിൽ എങ്ങനെ ഓരോ റേഞ്ച് നമ്മുടെ ലൈൻസ് എല്ലാം റെസ്പെക്ട് ചെയ്ത് താഴോട്ട് പോയത്. സോ അത് ഞാനൊരു ഫോട്ടോ എടുക്കുന്നു. ഓക്കെ, ഫൈൻ. ഇനി നമ്മുടെ എല്ലാം നമ്മുടെ 1 മിനിറ്റിലാണ്. ഓക്കെ, ഫൈൻ. സോ ന്യൂയോർക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് പോസ്റ്റിലേക്ക് വരാം. ഫൈൻ. സോ ആ വരുന്നവർക്ക് ഞാൻ പറഞ്ഞു, ആ ഒരു 55 മിനിറ്റ് സസ്പെൻഷൻ ബ്ലോക്ക് ഇതിനുള്ളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു 1 മിനിറ്റ് കണ്ടു. 1 മിനിറ്റ് സസ്പെൻഷൻ ബ്ലോക്ക്, അതാണ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ടത്. ഓക്കെ, ഫൈൻ. നമ്മളുടെ ഈ ഒരു ഇത്രയും ലിക്വിഡിറ്റീസ് മാർക്കറ്റ് എടുത്ത് അവിടെ എത്തിയിട്ട് ഒന്നും കൂടെ കണ്ടോ, എന്നിട്ട് റിജക്ഷൻ കണ്ടോ. ആ ഒരു റിജക്ഷനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പോവാനാണ്. ഡയറക്റ്റ് എൻട്രി ഇവിടുന്ന്, ഇവിടുന്ന് എടുക്കുക എൻട്രി, എവിടെ സ്റ്റോപ്പ് ഇടാം. ഒരു ഓൾമോസ്റ്റ് ഇവിടൊക്കെ ഇടാം. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ വരെ ഞാൻ പറഞ്ഞു വരും. മറ്റേ ആ ഒരു റിലേറ്റീവ് ഈക്വൽ ടു ടാർഗറ്റ് ചെയ്ത് വെക്കാം. പെർഫെക്റ്റ് 3 ഒരു അപ്രോസ് ക്യാൻഡിൽ ഈ ഒരെണ്ണം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കുന്തമില്ല. ആൻഡ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതായിരുന്നു, ഇതിൻ്റെ മണ്ടയ്ക്ക് കിടക്കില്ല. കാരണം അതങ്ങോട്ട് വരാം. അതുകൊണ്ട് നിങ്ങളെ ഞാനൊരു 5 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് കാണിച്ചിട്ടുണ്ട്. അതിവിടെ വന്നു. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ആ ഒരു 1 മിനിറ്റ് 5 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് ഇവിടെ വന്നു. ഇതെടുത്തിട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ പിന്നെ അതിൻ്റെ ഒരു ബോഡി ക്ലോസിൻ്റെ താഴെ പോയത്. 1 മിനിറ്റിൻ്റെ ബോഡി ക്ലോസിൻ്റെ താഴെ പോയില്ല, 5 മിനിറ്റിൻ്റെ അവിടെ ബോഡി ക്ലോസിൻ്റെ താഴെ പോയായിരുന്നു. പിന്നെ അവിടെ വന്നു. ഇവിടെ നിന്നൊക്കെ വേണമെങ്കിൽ എടുക്കാം. നമുക്ക് ഈ 5 മിനിറ്റിൻ്റെ ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ തന്നെ സ്റ്റോപ്പ് നിങ്ങൾ ഒരു മാക്സ് ഇതിൻ്റെ മണ്ടയ്ക്ക് വല്ല ഇട്ടാൽ മതി. കാരണം അതായത് ഇവിടുന്ന് വല്ല ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഒരു എവിടെയാണ് മാക്സ് ടു മാക്സ് പോകാൻ സാധ്യത. ഇവിടെ ഒരു ചെറിയ ഫെയർ വാല്യൂ ഇതുകൊണ്ട് ഒരു 15 പോയിന്റ് ഇട്ടാൽ 15 പോയിന്റ് വേണമെങ്കിൽ ഇടാം. ഓക്കെ, അവിടെ ഇട്ടിട്ട് 1:1 ഈ ഒരു ലോയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. 1:1.5 കിട്ടും. ഓക്കെ, പിന്നെ ഞാനിവിടെ ഇന്നലെ ചെയ്തൊരു മിസ്റ്റേക്കാണ്. ഞാൻ ഈ ഒരു സ്ട്രക്ചർ നിങ്ങളോട് എപ്പോഴെങ്കിലും സംസാരിക്കുന്നതായിട്ടുണ്ടോ? ഇന്റർമീഡിയറ്റ് ടൈം ഹൈ അല്ല ഒരു ഷോർട്ട് ടൈം ഹൈ, ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഹൈ, അഗൈൻ ഒരു ഷോർട്ട് ടൈം ഹൈ കണ്ട്. ഇതൊരു അടിപൊളി സ്ട്രക്ചർ. പക്ഷെ ഞാനിത് കണ്ടിട്ട് സത്യം പറഞ്ഞു എന്തുകൊണ്ട് ഞാനൊരു ചെറിയ മണ്ടത്തരം അവിടെ കാണിച്ചു പോയി. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും.
ഞാൻ ഈ ഒരു ഫെയർവെല്ലിക്ക് മാർക്ക് ചെയ്തിരുന്നു. അവിടെ ഒരു പൈസയുടെ എടുത്ത് താഴോട്ട് വന്നു. ഇവിടെ കണ്ടുപിടുന്ന 2 സസ്പെൻഷൻ ബ്ലോക്ക്. ഇത് ഞാനപ്പോൾ നോക്കിയപ്പോൾ ഇത് എടുത്തില്ലല്ലോ. ഇത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇടവയാണല്ലോ. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം കാണാൻ പറ്റും. ഈ ഒരു BPR റേഞ്ച് ഇവിടെ പ്രത്യേകിച്ചാണ് ഞാൻ കാണുന്നില്ല. പക്ഷെ ഈ ഒരു വലിയൊരു ഫെയർവെല്ലിക്ക് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയ സംഭവം ഞാൻ പറയാം. ഞാൻ ഇവിടെ വന്നപ്പോൾ നോക്കി, ഇവിടെ ഇത്രയും ഈ 0.5 ലെവലും ഉണ്ട്. അതെ, റെഗുലർ ട്രേഡിംഗ് അവർ ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ട്. ഡേറ്റില്ല റെഗുലർ ട്രേഡിംഗ് അവരുടെ കാര്യം പിന്നെ പറയാം. ഓക്കെ, സോ അവിടെ വന്നപ്പോൾ ഞാൻ ഈ സസ്പെൻഷൻ ബ്ലോക്ക് കാരണം നോക്കി വെച്ചു. നിങ്ങളപ്പം വെയിറ്റ്, ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്ക് ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. ഓക്കെ, എനിക്കൊരു ഒറ്റ ഒരു സസ്പെൻഷൻ ബ്ലോക്ക്, 2 ക്യാൻഡിൽ സസ്പെൻഷൻ ബ്ലോക്കാണ്. ഇത് റിയൽ മറ്റേ CME ഉള്ള ഡേറ്റയാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ ഫോറക്സ് ബ്രോക്കേഴ്സ് വരെ വല്ലവന്മാരുടെ അല്ല. ഓക്കെ, സോ ആ ഒരു 2 സസ്പെൻഷൻ ബ്ലോക്ക് മനസ്സിൽ കണ്ടേക്കുക. വെച്ചിട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വീഡിയോ മുന്നിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എൻട്രി എടുത്തു. ഓൾമോസ്റ്റ് ഇവിടെ എന്തോ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട്. ഓക്കെ, അത് ഇവിടെ നിന്ന് എൻട്രി എടുത്തു. ഈ ഒരു എവിടെ ഒരു ക്യാൻഡിൽ റിജക്ഷൻ എന്ന് തോന്നുന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഇതാന്ന് തോന്നുന്നു. ഈ ഒരു ക്യാൻഡിൽ അവിടെ ചെന്ന് റിജക്ഷൻ ഇട്ടു. അപ്പോൾ ഞാൻ ഈ അടുത്ത ക്യാൻഡിൽ നിന്ന് അടുത്തങ്ങ് എടുത്തു, ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ സ്റ്റോപ്പ് ഇട്ടു. ഓൾമോസ്റ്റ് ഇവിടെ 37 ഇങ്ങനെ എന്തോ ഞാൻ സ്റ്റോപ്പ് ഇട്ടത്. ശരിക്കും ഞാൻ ഓർക്കുന്നില്ല. ശരിക്ക് ഇങ്ങനെ എന്തോ ആയിരുന്നു തോന്നി ഇട്ടത്. പക്ഷെ കറക്റ്റായിട്ട് പോയി അടിച്ചു. ജസ്റ്റ് പറഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കണമായിരുന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത് കണ്ടോ, അവിടെ റെസ്പെക്ട് ചെയ്തു, ഇതും അവിടെ റെസ്പെക്ട് ചെയ്തു, ഇത് അവിടെ റെസ്പെക്ട് ചെയ്തു. കണ്ടോ, അത്ര നല്ല ട്രേഡ് ആയിരുന്നു അത്, അറിയാം. പക്ഷെ ഞാൻ ഇന്നലെ ആ ഒരു മണ്ടത്തരം ചെയ്തു പോയി. സാരമില്ല, ഞാൻ കാണിച്ചു തരാൻ വെയിറ്റ് ചെയ്യും. ഇവിടെ എടുത്തിട്ടിട്ടുണ്ട്. അത് ഇന്നലെ ഇതാണ് അത് കണ്ടോ, ആ ഒരു ക്യാൻഡിൽ റിജക്ട് ചെയ്തപ്പോൾ ഞാൻ അവിടെ കയറി എടുത്തു. ഇതിൻ്റെ മണ്ടയ്ക്ക് എന്തോ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ അല്ല, ഇച്ചിരിയുടെ മണ്ടയ്ക്ക് ഞാൻ സ്റ്റോപ്പ് അടിച്ചു. എന്നിട്ട് അടുത്ത റൈഡിലേക്ക് ഞാൻ പിന്നെ വരാം. ഓക്കെ, അങ്ങനെ ഇവിടെ ഞാൻ ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് നിൽക്കും. പക്ഷെ ഞാൻ ഈ ഒരു സാധനം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് ഈ ട്രേഡ് എടുത്തത്. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, എനിക്ക് ആ ഒരു ഇത് വരത്തില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ മാറ്റാനൊരു ഭയങ്കര ഡിസ്കംഫർട്ടബിലിറ്റി ആണ്, അറിയോ. നിങ്ങൾ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഇതിന്റെ ബോഡി ക്ലോസിന് മണ്ടയ്ക്ക് നല്ലൊരു ക്ലോസ് കിട്ടി. എന്നിട്ടാണ് ഇത് താഴെ വന്ന് ഈ ഒരു 5 മിനിറ്റ് ഓർഡർ ബ്ലോക്കിലേക്കും വന്നത്. എന്നിട്ടാണ് തിരിച്ചു കയറി പോകുന്നത്. അതായത് നമുക്ക് ഈ ഒരു ഡേറ്റ ഇവിടെ 1 മിനിറ്റ് ഇവിടെയും കൂടെ ആണെങ്കിൽ എന്ത് രസമെന്നറിയോ. എനിക്ക് 5 മിനിറ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല ശരിക്കും. അതൊന്ന് കാണാൻ പറ്റാൻ ഇച്ചിരിയും കൂടെ നല്ലതായിരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 8:30 ഒക്കെ ഓപ്പണായി. എന്നിട്ടാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. നമുക്ക് നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് വരാം. നമ്മൾ ആ ബൈ സൈഡ് എടുത്തു. എനിക്കൊന്ന് 9:30 അവിടെ ഓപ്പണായി. ഈ ക്യാൻസൽ എന്താണ്, ഇതായിരുന്നു 9:30 ഓപ്പണായി. അതിന് മുന്നേ ബൈ സൈഡ് എടുത്തു. സാരമില്ല, നമ്മൾ ബൈ സൈഡ് എടുത്തു തന്നെ കണ്ടിട്ട് അത്രയൊക്കെ എടുത്ത് പോയാൽ മതി. എന്നിട്ട് ഒരു ഷോർട്ട് ടൈം ഡോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ മണ്ടയ്ക്കോട്ട് ഒരു അക്യുമുലേഷൻ നടത്തി. റെഗുലർ ട്രേഡിംഗ് അവരുടെ ഓപ്പണിൻ്റെ എടുത്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, തിരിച്ചടിച്ചു. അടിച്ച സ്ഥലം നിങ്ങൾ നോക്കണം. നിങ്ങൾ ഇവിടെ ഒരു ഷിഫ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റും. ഈ ഒരു ലോയിന്റെ ബോഡി നിങ്ങൾ നോക്കുക. അതിന്റെ താഴെ ഒരു ക്ലോസ് കിട്ടി. ഒരു ക്ലോസ് ആണ് കിട്ടി, 2 ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഫസ്റ്റ് പെർസെൻറ്റേജ് വെളിക്കകത്ത് ഇവിടെ കൺസിഡർ ചെയ്തത്. ഈ ഒരു വോളിയം ബാലൻസ് ഇവിടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എടുത്തു. ഫസ്റ്റ് എൻട്രി ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ വന്നു. നല്ലൊരു റിജക്ഷൻ തന്നെ ഇവിടെ ക്ലോസ് ആയി. ഞാൻ പിന്നെ പറഞ്ഞില്ല, ആ സസ്പെൻഷൻ ബ്ലോക്ക് ഞാൻ മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. ഓക്കെ, അതാണിത്. ഇവിടെ ഇത് വന്നു.
അടുത്ത കാൻഡിഡേറ്റ് നല്ലപോലെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ കന്ന മുട്ടിയത് കണ്ടോ? അവിടെ അത് മുട്ടിയപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാനാണെങ്കിൽ ജസ്റ്റ് അടുത്ത ഇവിടെ ഞാൻ എടുക്കും. ഇവിടെ എടുത്താൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ഇടുമെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇവിടെ ഒരു 20 പോയിന്റ് ഉണ്ട്. ഇവിടെ ഒക്കെ ഇടാൻ കുഴപ്പമില്ല. കാരണം ഇത്ര സ്പേസ് റീച്ചിങ് സ്പേസ് വെക്കുന്നുണ്ട് ഈ ഒരു. അതായത് ഇപ്പൊ ഈ നായറികൾ ഇപ്പൊ എന്താ പറയുക, ഇവിടെ ഒന്ന് ഇങ്ങനെ പോയാൽ കൂടി അത്രയൊന്നും പോകാൻ സാധ്യതയില്ല. എന്നിട്ട് വലിയ ന്യൂസ് ഒന്നുമില്ല. എനിക്ക് ഒരു 20 ഇടാൻ സാരമില്ല. ഇതാണ് നമ്മുടെ ഇതിന്റെ മണ്ടയ്ക്ക് ഇട്ടാലും സാരമില്ല. പക്ഷെ ഞാനൊരു ഇച്ചിരി ഒരു പ്ലേസിങ് ഫേസ് വെച്ച് ഇവിടെ ഇടും. എങ്ങാനും ഈ ഒരു ഓൾ ഇംബാലൻസിലോട്ടൂടെ മൈലിന് വരണമെന്ന് തോന്നിയ ഒരു അങ്ങനെ. അതുകൊണ്ട് എവിടെ ഞാൻ ഇടുന്നു, ഞാൻ ആ മൈനർ സെൽ സൈഡ് ഒരു റിലേറ്റീവ് എന്തോ ഒരു സെൽ സൈഡ് ഞാൻ കാണില്ല. ഈ ഒരു സെൽ സൈഡ് കണ്ടോ, ഇവിടം വരെ ഇടാം നമുക്ക്. ഈ ഒരു സെൽ സൈഡ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ 0.5 അടയ്ക്കുള്ള ഈ ഒരു സെൽ സൈഡ് കണ്ടോ, അതായത് ഇത് ഇവിടെയും വേണമെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഇടാൻ പറ്റും. ഇതാണ് ഞാൻ എൻ്റെ ഇന്നലത്തെ ട്രേഡ്. ആൻഡ് മേജർ സെൽ സൈഡ് ഞാൻ പറഞ്ഞ പോലെ മറ്റേ ആ റിലേറ്റീവ് ഡോസ് കണ്ടില്ലായിരുന്നോ, ഒരു അവർലിയിൽ ഇത് നിങ്ങളൊക്കെ അത്രയൊക്കെ ഹോൾഡ് ഉണ്ട്, എന്താ പറയുക, കട്ട്സ് ഉണ്ട് ഹോൾഡ് ചെയ്യാനെങ്കിൽ നല്ല ഒരു 6 കിട്ടിയാൽ ഓക്കെ. ലെറ്റ്സ് സേ നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് എടുക്കാൻ പറ്റിയിട്ട് അവിടെയാണ് ഞാൻ പറഞ്ഞ മറ്റേ ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത സസ്പെൻഷൻ ബ്ലോക്കിന്റെ കളി വരുന്നത്. ലെറ്റ്സ് സേ നമുക്ക് നമ്മളിപ്പം ഡയറക്റ്റ്ലി ഞാൻ ഇവിടെയാണ് ഇത്ര എൻ്റെ സെൽ സൈഡ് ഉള്ളൂ. ഓക്കെ, ഇതും ഈ ഒരു 0.5 ലെവലും ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു സെൽ സൈഡ്. ഓക്കെ, ഇപ്പൊ കൺസിഡർ ചെയ്യുക, അത്രയും മതി എനിക്ക്. നമ്മൾ അവിടെ പോയി നല്ലൊരു ക്ലോസറൊക്കെ കിട്ടി. ഈ ഒരു ക്യാൻഡിൽ ഉണ്ട്, ഈ ഒരു ക്യാൻഡിൽ ഭയങ്കര സെറ്റ ക്യാൻഡിലായിട്ട് പെനട്രേറ്റ് ചെയ്ത് അവിടെ പോയി. എനിക്ക് തോന്നുന്നു വോളിയം ബാലൻസിലോട്ടാണ് പോയോ ഞാൻ പറഞ്ഞില്ല, പോയി ചെറുതായിട്ടൊന്ന് മുട്ടിനൊന്ന് അവിടെ വരെ പോയിട്ടുണ്ട്. എൻ്റെ ഓപ്പൺ എവിടെ നോക്കണം, എവിടെ കാണാൻ പറ്റും ഓപ്പൺ എവിടെ? ഷിറ്റ്, എൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് 853. ഇതിന്റെ ഹൈ എവിടെ? ഇതിന്റെ തൊട്ടവിടം വരെ പോയിട്ടുണ്ട്. ശരിയാ, ക്ലോസായി ഇവിടെ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ വിചാരിക്കും ഇവിടെ എടുക്കണം. ഇവിടെ എടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു നമുക്കിത് ഇവിടെ വന്നൊരു ക്ലോഷർ കിട്ടി. ഈ ക്യാൻഡിൽ കണ്ട, ഇതപ്പം എന്താവും? ഈ ഒരു ക്യാൻഡിൽ എന്താവും? ഇത് ഈ ഒരു സപ്പോർട്ടിങ് പ്രൈസ് ആണ്. ഇത് ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സൈഡിലേക്ക് പറയുന്നത്. ഈ ഒരു സപ്പോർട്ടിങ് പ്രൈസ് ആണ് ഇത്. ഇതിന്റെ മണ്ടയ്ക്ക് നമുക്കൊരു ലിക്വിഡിറ്റി എടുത്ത ക്യാൻഡിലാണ് ഇത്. അതായത് ഈ ഒരു ഹൈൻ്റെ ലിക്വിഡിറ്റി എടുത്ത ക്യാൻഡിലാണ് ഇത്. നിങ്ങൾക്ക് ഇച്ചിരി വിഷ്വലി കാണണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഹൈ കണ്ടു. സമയം നോക്കണം, 8:43. ഇവിടെ ഉണ്ടാക്കിയ സാധനമാണ്. ഈ ഒരു ചെറിയൊരു ഹൈ ഉണ്ട്, എടുത്തിട്ട് ക്ലോസ് ആയ ഒരു ഇതാണിത്. അപ്പോൾ ഇതിനെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ കാരണം ഇത് കുന്തമുള്ളത് കൊണ്ടല്ല. ഓൾറെഡി ദിവസം ഞാൻ ഇതുകൊണ്ട് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ എവിടോട്ടാ പോയി? അതുകൊണ്ട് ഞാൻ കുറച്ച് മിനിറ്റ് മുന്നേ ഞാൻ പറഞ്ഞ സസ്പെൻഷൻ ബ്ലോക്ക് അവിടേക്ക് പോയി. ഓക്കെ, അവിടേക്ക് പോയിട്ട് കണ്ടോ, അവിടെ ചെന്നിട്ടുള്ള ഒരു റിജക്ഷൻ കണ്ടോ. അത് മാത്രമല്ല, ഈ ഒരു 0.5 എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ ഞാൻ ഇവിടെ മാത്രമല്ല കണ്ടിട്ടുള്ളത്, റെസ്പെക്ട് ചെയ്ത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. കുറേ സ്ഥലം ഞാൻ റെസ്പെക്ട് ചെയ്ത് കണ്ടായിരുന്നു ഇന്നലെ. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം റെസ്പെക്ട് ചെയ്യുന്നൊരു ലെവലായിരുന്നു അത് ഇന്നലത്തെ ദിവസത്തെ വിക്കിൻ്റെ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവത്തില്ലേ, അടുത്ത ക്യാൻഡിൽ ഇവിടെ വരുമ്പോൾ എൻട്രി എടുക്കുക. കുറച്ചൊന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടുന്ന് എൻട്രി, ഇത് വേണം. ഇത് ഞാൻ എടുത്ത എൻട്രി അല്ല, ഞാൻ എടുക്കായിരുന്ന എൻട്രിയാണ്. അത് ഇവിടെ ട്രയൽ ചെയ്ത് വെക്കും, ഇവിടെ ഇട്ട് ട്രയൽ ചെയ്ത് വെക്കും. ആ എസ് എല്ലും ഞാൻ ട്രയൽ ചെയ്യും, ഇവിടുന്ന് എടുക്കുവാണെങ്കിൽ എസ് എല്ലും ട്രയൽ ചെയ്യും. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, 1:1 പോയിന്റ് സംതിങ്. ഓക്കെ, 1:1.8. ഓക്കെ, ഇത് നിങ്ങൾക്ക് അത്ര വരെ ഹോൾഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു 8.766 കിട്ടും. ഓക്കെ, അത് അത്രേ ഉള്ളൂ.
ആ, പിന്നെ വേറെ ഒരു സംഭവം എനിക്ക് പറയാനുള്ളത് 5 മിനിറ്റ്സ് തന്നെയാണ്. നിങ്ങൾക്ക് അതും കിട്ടിയില്ല. ആൻഡ് നമ്മുടെ മേജർ സെൽ സൈഡ് എന്ന് പറഞ്ഞ ഈ സെൽ സൈഡ് എടുത്തുമില്ലെന്ന് വെച്ചു. ഓക്കെ, സോ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ കുന്തം ഞാനിങ്ങനെ ഇതിട്ടേക്ക് ചുമ്മാ കാണാനല്ല. ഇത് ഇട്ടെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ചിന്റെ ഒരു കാര്യം. ഈ ഒരു ഓപ്പണിംഗ് റേഞ്ച് കണ്ടോ, ഈ ഒരു റേഞ്ച്, ഈ ഒരു റേഞ്ച് 0.7 0.25. ഓക്കെ, സോ ആ റേഞ്ചിട്ട് ഞാൻ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി. അപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 5 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നമുക്ക് 1 മിനിറ്റിൽ പോകുമ്പോൾ കാണാമല്ലോ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഇത് വെച്ചിട്ട് ഞാൻ 1 മിനിറ്റിൽ പോവാം കേട്ടോ. ഇതാ 5 മിനിറ്റ് വന്നു. നിങ്ങൾ അപ്പോഴും ഓർക്കണം, ഈ 0.5ൻ്റെ 0.7ൻ്റെ ഇടയ്ക്കാണ് ഇത് കടന്ന് കറങ്ങുന്നത്. അതിന് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാനത് കളയുക. ഇവിടം വരെ വരാൻ പോലുള്ള ശക്തി അതിനില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ താഴേക്ക് പോയി. ഓക്കെ, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ഇങ്ങനെ റിജക്ഷൻ കിട്ടുമ്പോൾ ഇവിടെ ഒരു വോളിയം ബാലൻസ് ഉണ്ട്. ഈ ഒരു ക്യാൻഡിഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ഈ ഒരു ഹൈ എടുത്തത്. ഇത് വിക്ക് ഇവിടെയാണ്. ഓക്കെ, ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പൊന്നും ഒന്നും എൻട്രി എടുക്കത്തില്ല. ഈ ഒരു ക്യാൻഡിഡേറ്റ് ക്ലോഷർ കിട്ടുമ്പോൾ ഞാൻ എൻട്രി എടുക്കും. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇവിടെ ഈ ക്ലോഷർ കഴിഞ്ഞ് ഇവിടെ നിന്ന് വല്ല എൻട്രി എടുക്കാം. ഇവിടെ ഒരു അസറ്റ് വരാൻ വെക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ടാർഗറ്റ് ഇതായിരുന്നു തോന്നുന്നു. സെൽസൈഡ് അല്ലേ, ഇതല്ലേ ഞാൻ പറഞ്ഞ സെൽസൈഡ്. ഇവിടെ വേണമെങ്കിൽ വെക്കാം. അതുമല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺഫേം ആയിട്ട് വെക്കണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ഇതെന്താ 0.7 എന്ന് പറഞ്ഞ ആ ലെവലാണ്. ഇവിടെ വെച്ചിട്ടെടുക്കാം. പിന്നെ ആ ഒരു സെൽ സൈഡിലേക്ക് ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ പറയാനില്ല. ഞാനിത് മാർക്ക് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ജസ്റ്റ് ഒരു വിക്കൊന്ന് ചുമ്മാ ഒന്ന് പോയി തട്ടിയതേ ഉള്ളൂ. എന്നിട്ട് കണ്ടോ, എന്നിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കോച്ച് നല്ലൊരു ഇമ്പൾസീവ് മൂവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്ത് വിചാരിക്കും ആൾക്കാർ, ഓക്കെ ആ സെൽ സൈഡ് എടുത്തു, ഇനി മണ്ടയ്ക്കോട്ടേക്കാണ്. ഇങ്ങനെ, അതായത് ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. 1 മിനിറ്റിൽ ഒരു കുന്തം വന്ന് അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ച് മാർക്കറ്റ് മണ്ടയ്ക്കോട്ടൊന്നും പോകാൻ പോകുന്നില്ല. അത് ഉറപ്പാണ്. ഞാനിത് കുറെ കണ്ടതാണ്. അപ്പം ഇതെന്ത് ചെയ്തു, ഈ ഒരു ചെറിയൊരു ഹൈൻ്റെ ബോഡി പ്രഷറിന് മണ്ടയ്ക്ക് പോയി. നമുക്കിത് കാണാൻ പറ്റി, ഒരു പോയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അതിനെ അടുത്ത് കഴിഞ്ഞ വെച്ചാൽ തകർത്ത് കളഞ്ഞു. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിന് തകർത്ത് കളഞ്ഞ ഒരു ശക്ത ഷിഫ്റ്റ് വരെ കിട്ടി. ഇവിടെ അങ്ങനത്തെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കി. ഈ ഒരു റേഞ്ച് എന്താവും, ഒരു BPR റേഞ്ച് ആവും. റൈറ്റ്, ഡയറക്റ്റ് എൻട്രി ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എടുക്കാം. ഇത് ഇവിടെ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാനൊരു 1:2 1:1 ആയാലും നല്ലതാണ്. ഇവിടെ നിന്ന് എടുക്കുക, ഇവിടെ നിന്ന് വെക്കാം. ഓക്കെ, 22 പോയിന്റ് 1:1 പോയിന്റ് സംതിങ് ഈസി ആയിട്ട്. ഈ 3 എൻട്രീസ് ആണ് ആഫ്റ്റർ, ഐ മീൻ ഇൻ ന്യൂയോർക്ക് സെക്ഷൻ എടുക്കാൻ പറ്റുന്ന ഡേഴ്സാണ് ഇതെല്ലാം. എൻ്റെ ഇത് കുറെ താരോട്ട് പോയി, ഇത് റാൻഡം താരോട്ട് പോക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞു മറ്റേ സെൽ സൈഡ് ഇവിടെ അവിടം വരെയൊന്നും ഞാൻ എന്തായാലും നോക്കത്തില്ല. എനിക്ക് ഈ ഒരു സെൽ സൈഡ് മാത്രം കിട്ടിയാൽ മതി. അത് ഇന്നലത്തെ ലോയാണ്. ആയിക്കഴിഞ്ഞാൽ അല്ല, ഇന്നലത്തെ ലോ അല്ല, അല്ലേ ഇന്നലത്തെ റെഗുലർ ട്രേഡിങ് അവറുണ്ടല്ലോ, സോറി, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ ഒരു ലോ ഉണ്ടോ, ഇന്നലത്തെ റെഗുലർ ട്രേഡിങ് അവറിന്റെ ലോ ആണിത്. ഇന്നലെ ഇത് കണ്ടോ, ഈ ലോ ഇന്നലത്തെ റെഗുലർ ട്രേഡിങ് അവറിന്റെ ലോ ആണിത്. അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ് ഞാൻ മാർക്ക് ചെയ്തത്. കണ്ടോ, ഇതാണ് ഇന്നലത്തെ റെഗുലർ ട്രേഡിങ് ആവുണ്ടല്ലോ. ഈ ഒരു 2 റിലേറ്റീവ് ലോ ആയിട്ടാണ് ഇത് സെൽ സൈഡ് ആയിട്ട് മാർക്ക് ചെയ്തത്. ഓക്കെ, സോ 4 അവറിൽ അത് വന്ന് തിരിച്ച് കയറി പോകാൻ നോക്കുക. അടുത്ത ആഴ്ച നമുക്ക് നോക്കാം എന്തുവാണ്. അത്രയൊക്കെയുള്ള കേസ്. Hope you understand something from our video. 1 മിനിറ്റിന്റെ ഫോട്ടോസ് എടുത്തിട്ടില്ല, നമുക്ക് അതോടെ എടുത്തിട്ട് ഓക്കെ ഫൈൻ. ഇത് കുറെ 2-3 ഫോട്ടോ എടുക്കേണ്ടി വരും.
വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഓക്കെ, ഇത്ര എനിക്ക് കിട്ടിയാൽ മതി ശരിക്കും ഫ്രെയിമിൽ. ഓക്കെ, again ഇത് ഒരു സെക്കൻഡ് ഗൈസ്, നമുക്കിത് ഞാൻ പെട്ടെന്ന് നിരത്തുവാണ്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഇത്ര ഞാനും എടുക്കുന്നുള്ളൂ, ഈ ഒരു ഫ്രെയിം എടുക്കും. ഓക്കെ, ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. നമ്മുടെ സെൽ സൈഡ് അതാ, ഇതും കൂടെ ഞാൻ എഴുതെടുത്തേക്കാം അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അതെ, ഇവിടെ 5 മിനിറ്റ് മാർക്ക് ചെയ്ത് വെച്ചേക്കട്ടെ. ഓക്കെ, ഈ ഫ്രെയിമിൽ കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ജേർണലിംഗും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ ഇത് എടുത്തിട്ടില്ലല്ലോ താരോട്ട്. സ്റ്റോപ്പ് ലോസ് അടിച്ച് ടാർഗറ്റ് അടിച്ച് സെറ്റ് അടിച്ചത്. ഇത് നമ്മുടെ ഇതിന്റെ മറ്റേ ഫസ്റ്റ് ഞാൻ എടുക്കാഞ്ഞെന്തോ, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇവിടുന്ന്. ഞാൻ മറ്റേ ലെഫ്റ്റ് കൈ വെച്ച് ഇതിങ്ങനെ മാർക്ക് ചെയ്ത് ഇട്ടു, അത്രേ ഉള്ളൂ. ഇത് മറ്റേ ഇത് ഞാൻ രണ്ടാമത്തെ ഇത് എടുത്തതാണ്. ഫസ്റ്റ് ഞാൻ അവിടെ നിന്ന് അത് എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് പറ്റിയില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഫൈൻ, ലെറ്റ്സ് എൻഡ് ദ വീഡിയോ. വേറെ ഒന്നും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഈ സമയമുള്ളപ്പോൾ ഞാൻ വായിക്കാൻ നോക്കാം. ഗൈസ്, അത്രേ ഉള്ളൂ. നമ്മുടെ ചാർട്ട് ഇച്ചിരി കൂടെ എനിക്കൊന്ന് ക്ലീൻ ആയിട്ട് തോന്നുന്നുണ്ട്. നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in the next video. Bye.